പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 12-ാം മാസത്തിൻ്റെ 12-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 66-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പാടുന്നു, ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു, വെള്ളി ഊതിക്കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു. ദൈവം സൃഷ്ടിച്ചതായ ഈ ഭൂമിയിൽ അനവധിയായ ലോകങ്ങളുണ്ട്. വെള്ളി, പൊന്ന്, ചെമ്പ്, ഇരുമ്പ്, അലുമിനിയം, രത്നങ്ങൾ തുടങ്ങിയ അനവധി ലോഹങ്ങളുണ്ട്. എന്നാൽ ഈ ലോഹങ്ങളൊന്നും തന്നെ അശുദ്ധി നീങ്ങി വെടിപ്പുള്ളതായി ശുദ്ധമായ നിലയിലല്ല അത് ഭൂമിയിൽ നിന്നും പുറത്തെടുക്കുന്നത്. അവയെ വീണ്ടും പല പ്രാവശ്യം ശുദ്ധീകരിച്ച് അവയിലുള്ള അശുദ്ധി പോകുന്നതിനനുസരിച്ച് അവ വിവിധ ഇനം ലോഹങ്ങളായി മാറുന്നു. ഇങ്ങനെ ആവർത്തിച്ച് ശുദ്ധീകരിക്കപ്പെട്ട ലോഹങ്ങൾ കൊണ്ട് മാത്രമേ വിലപ്പെട്ട ഉരുപ്പടികൾ, ആഭരണങ്ങൾ, അലങ്കാര വസ്തുക്കൾ എന്നിവയ്ക്കും ബലവത്തായതും നിലനിൽക്കുന്നതുമായ പല പണികൾക്കും ഉപയോഗിക്കുവാൻ കഴിയുകയുള്ളൂ. ഇപ്രകാരം മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതും ഈ ലോകവുമായി ഇഴകിച്ചേർന്ന് ജീവിക്കുന്ന മനുഷ്യരെ ഇതേ അവസ്ഥയിൽ ദൈവത്തിന് ഉപയോഗിക്കുവാനോ ദൈവസന്നിധിയിൽ കൊണ്ട് പോകുവാനോ സാധിക്കുകയില്ല. മനുഷ്യനിലുള്ള അശുദ്ധി നീക്കം ചെയ്യുവാൻ ദൈവം അവരെ പല പ്രാവശ്യം അഗ്നിശോധനയിൽ കൂടെ കടത്തിവിടും. ശോധനയിൽ കൂടെ കടന്നു പോകുമ്പോൾ തൻ്റെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്നതും അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന പാപങ്ങളും നീക്കി വെടിപ്പായി തീരണമെന്ന് ഒരു ശോധനയിൽ കൂടെ പോയേ മതിയാകൂ. അങ്ങനെ അതിനു വേണ്ടിയാ പല പല ശോധനകളും നമ്മുടെ ജീവിതത്തിൽ നാം വെടിപ്പായി തീരുവാനായി വെളിപ്പെടുന്നത്. നമ്മുടെ വിശ്വാസവും ജീവിതവും എങ്ങനെയെന്നും ദൈവത്തിന് ബോധ്യം വരുവാനും അത് ഈ ലോകത്തിന് വെളിപ്പെടുത്തുവാനും വേണ്ടി ദൈവം നമ്മെ ശോധനയിൽ കൂടെ കടത്തിവിട്ടേ മതിയാകൂ. അനേക ഭക്തന്മാർ അതിന് ദൃഷ്ടാന്തമായി നമ്മുടെ മുമ്പിലുണ്ട്. അബ്രഹാമിൻ്റെ ദൈവാശ്രയവും ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ ഉറപ്പും നീണ്ട 25 വർഷത്തോളം ദൈവം ശോധന ചെയ്ത് ഉറപ്പ് വരുത്തിയതാണെങ്കിലും ദൈവത്തെക്കാൾ അധികം തൻ്റെ മകനെ സ്നേഹിക്കുന്നുവോ എന്ന് അറിയേണ്ടതിന് തൻ്റെ മകനെ യാഗം കഴിക്കുവാനുള്ള പരിശോധനയ്ക്ക് അബ്രഹാം വിധേയനാകേണ്ടി വന്നു. എന്നാൽ ഈ പരിശോധനയിൽ അബ്രഹാം വിജയിക്കുക തന്നെ ചെയ്തു. യോബിൻ്റെ തീച്ചൂള എത്രയോ കഠിനമായിരുന്നു. ആ തീച്ചൂളയിൽ കൂടെ കടന്നു പോകുമ്പോൾ താൻ പറയുന്നത്, എന്നാൽ ഞാൻ കടന്നു പോകുന്ന വഴി അവൻ അറിയുന്നു, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ഇപ്രകാരമെല്ലാം തൻ്റെ ഭക്തന്മാരെ ദൈവം ശോധന ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള ദൈവിക പദ്ധതികൾ നാം തിരിച്ചറിയണം. ആകയാൽ പ്രിയ ദൈവവേദനയെ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ശോധനകൾ കൂടെ കടന്നുപോയി വിജയിക്കുന്നവർക്ക് മറ്റു ചില വാഗ്ദത്തങ്ങളും കൂടെ തിരുവചനം തരുന്നുണ്ട്. ആകയാൽ പരിശോധനകൾ വരുമ്പോൾ നിരാശപ്പെട്ട് പോകാതെ, ദൈവത്തിൽ നിന്നും അകന്നു പോകാതെ, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് അത് വിശേഷം സന്തോഷമെന്ന് എണ്ണുവിൻ. പാട്ടുകാരൻ പാടുന്നു, ശോധനകളാൽ ഉള്ളം കലങ്ങിടിലും വേദനകളാൽ കണ്കൾ നിറഞ്ഞിടിലും സാരമില്ല, തെല്ലും ഭീതിയില്ല, ഭാവിയെല്ലാം അവൻ കരുതിക്കൊള്ളുമെന്ന് ഭക്തൻ പാടുമ്പോൾ ഈ പ്രഭാതവും നമുക്കും ദൈവസനിൽ പറയുവാനിടയാകട്ടെ. ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു, വെള്ളി ഊതിക്കഴിക്കുന്നത് പോലെ നീ ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു. ഈ ശോധനയിൽ തകർന്നു പോകരുത്. കടഭാരങ്ങളുടെ നടുവിൽ തലമുറകളുടെ തലതിരിഞ്ഞ പ്രവർത്തികളുടെ നടുവിൽ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഏകാന്തതയുടെ അനുഭവങ്ങളിൽ, മാനസികമായ നിരാശകളിൽ
വാർദ്ധക്യമായ ബലഹീനതകളെല്ലാം നമുക്കൊരു ശോധനയാണ്. ഈ പ്രഭാതത്തിൽ വളരെ ശോധനയിൽ കൂടെ, രോഗശയ്യയിൽ കൂടെ കടന്നു പോകുന്ന കർത്താവിൻ്റെ ദാസിദാസന്മാരെ ഈ ശോധന കഴിയുമ്പോൾ ഊതിക്കടിച്ച പൊന്നുപോലെ നിങ്ങളെ പുറത്തെടുക്കുമ്പോൾ വിലയുള്ളതാക്കി തീർക്കുവാൻ ഒരു ശോധന നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അതുകൊണ്ട് ഈ പ്രഭാതം നമുക്ക് പറയാം, ഊതിക്കഴിക്കുമ്പോൾ ഊതിക്കഴിക്കുമ്പോൾ ഈ ശോധനയിൽ പൊന്നുപോലെ പുറത്തു വരുവാൻ എനിക്ക് കഴിയുമെന്ന് ഇയ്യോബിനെ പോലെ നമുക്ക് പറയുവാനിടയാകട്ടെ. അബ്രഹാമിനെ പോലെ ശോധനകൾ വരുമ്പോൾ പതറാതെ ദൈവത്തോട് പറ്റി നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ സ്തോത്രം നമുക്ക് സന്തോഷിപ്പാൻ ഇടയാകട്ടെ. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദി പറയുന്നു. ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കായി വാത്സല്യ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്കൊരു പരീക്ഷയുണ്ടെങ്കിൽ ഒരു ജയമുണ്ട് കർത്താവേ. ഞങ്ങളുടെ ഈ കാലഘട്ടത്തിലെ ശോധനകൾ, ഈ ഭൂമിയിലെ ശോധനകൾ, കഷ്ടതകൾ ഞങ്ങൾ കർത്താവേ ഒരു ജയത്തിനുള്ളതാണ്. ഞങ്ങൾ പൊന്നുപോലെ പുറത്തു വരുവാൻ കഴിയുമെന്നും ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, വിശ്വാസമുണ്ട്, പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയിൽ നിലനിന്നുകൊണ്ട് എല്ലാം സ്തോത്രത്തോടുകൂടി അനുഭവിക്കാം. സ്വർഗം കൃപ ചെയ്യണം. ഇന്ന് പ്രഭാതം ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാരും നിറഞ്ഞ ഹൃദയത്തോടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. എല്ലാവിധമായ നന്മകളാൽ നിറയ്ക്കണം. മഹത്വം അങ്ങെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കും സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ.